ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് നല്ലപോലെ തന്നെ വൃത്തിയാക്കി കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വലിയ പീസുകളൊക്കെ ഞാനൊന്നിങ്ങനെ കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മളുടെ ചിക്കന് എരിവിനാവശ്യത്തിനുള്ള 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒട്ടും എരിവില്ലാത്ത 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണിക്ക് മുളക് പൊടിയുടെ ആവശ്യമേ ഇല്ല കേട്ടോ. ഇതൊരു കളറിന് വേണ്ടി മാത്രമാണ് എരിവുള്ള മുളക് പൊടി ഒട്ടും എടുക്കണ്ട കേട്ടോ ഇതിലേക്ക്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും. അപ്പോൾ കണ്ടില്ലേ, ഈ ചെറിയ ടീസ്പൂണിലാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും. അപ്പോൾ ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്, അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ പകുതി ചെറുനാരങ്ങയുടെ നീരും 1/4 കപ്പ് തൈരും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള തൈരും ചെറുനാരങ്ങയുണ്ടല്ലോ, അതിൽ തന്നെ ഇത് നനഞ്ഞു വന്നോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ മസാല നമ്മളെ ചിക്കനിൽ നല്ല പോലെ തന്നെ ആയി വരണം കേട്ടോ. ഇനി ഞാനിതൊരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോൾ ഞാൻ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ചട്ടി നല്ല പോലെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് ഞാനതിലേക്ക് നമുക്ക് ചോറിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള സവാള ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സവാള നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞതാണ്. ഇത് നല്ലപോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, കുറേ വെളിച്ചെണ്ണ നമുക്കല്ലെങ്കിൽ വേസ്റ്റായി പോവാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ചിക്കൻ പൊരിക്കുന്ന വെളിച്ചെണ്ണയും വരും, പിന്നെ ഇതൊക്കെ സവാളയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചെടുക്കുന്ന വെളിച്ചെണ്ണ നമുക്ക് വരും, ബാക്കിയായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ചിക്കനും പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സവാള ആയിട്ടുണ്ട്, അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും നല്ലപോലെ ആയി വന്നപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ മൂത്ത് വന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുത്താലേ ചിക്കനൊന്നും ഒട്ടും അടി പിടിക്കൂല കേട്ടോ. ഇനി അതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഭയങ്കരമായിട്ട് മൊരിയിച്ചൊന്നും എടുക്കണ്ട, പകുതി ആയാൽ മതി കേട്ടോ. കാരണം ഇതിനി ഒരു മസാലയിൽ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് മൊരിയിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഭയങ്കരമായിട്ട് മൊരിയിച്ചിട്ടൊന്നുമില്ല, ഒരു പകുതി വേവായപ്പോൾ തന്നെ ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും ഞാൻ ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അതും പകുതിയായി വന്നപ്പോൾ ഞാനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തായ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്.
അതൊന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 25 ചുമന്നുള്ളി ചതച്ചതും ഒരു തുടം വെളുത്തുള്ളി, ഏകദേശം ഒരു 8-9 അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അതിൽ വലിയ വെളുത്തുള്ളിയില്ലേ അതാണ് കേട്ടോ. അപ്പോൾ അത് ചതച്ചതും ഒരു 5 പച്ചമുളക് ചതച്ചതും 2 കഷ്ണം ഇഞ്ചി ചതച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് തന്നെ വാടി വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇത് നല്ല ബ്രൗൺ കളറിലായി വരണം. അതുവരെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ ബിരിയാണിക്കൊക്കെ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല ബ്രൗൺ കളറിൽ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി വെന്ത് ഇതിൽ ഉടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത മസാലപ്പൊടിയൊക്കെ നല്ലപോലെ തന്നെ മൂത്ത് വരും കേട്ടോ ആ സമയം കൊണ്ട്. അപ്പോൾ നല്ലപോലെ നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 10ഓളം അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് വറ്റി നമ്മുടെ മസാലയിൽ ഒന്ന് പിടിച്ചു വരട്ടെ കേട്ടോ. അത് നല്ലപോലെ തന്നെ നമ്മൾ മസാലയിട്ട് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതും നമ്മളെ മസാലയിട്ട് നല്ലപോലെ ഒന്ന് യോജിച്ച് വരട്ടെ കേട്ടോ. അതും നല്ലപോലെ ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ട്. അപ്പം ഉപ്പ് ഇത്തിരി കുറവ് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് വെള്ളമൊന്നും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട, അല്ലാണ്ട് തന്നെ നല്ലപോലെ വെന്ത് വന്നോളും. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് നോക്കുമ്പോൾ വെള്ളത്തിന് ഉപ്പ് ഇത്തിരി കൂടുതൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ അരിയിലേക്ക് ചോറിന് ഉപ്പ് പാകത്തിന് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കറുകലയും ഒരു തക്കോലവും പിന്നെ 2 പട്ടയും 2 ഏലക്കായയും 3 ഗ്രാമ്പും പിന്നെ കുറച്ച് കുരുമുളകും പെരിഞ്ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് മൂടി വെക്കാം. അപ്പോൾ ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുത്താലേ നമ്മളുടെ ചോറ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ തുറന്ന് നോക്കുമ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ അതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ തന്നെ കഴുകി അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് മൂടി വെക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ തുറന്ന് 2-3 പ്രാവശ്യം ഞാൻ തുറന്ന് വേവൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ ചിക്കനും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഊറ്റിയെടുത്ത ചോറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോറാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ പരത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുള്ളിൽ ഞാൻ കുറച്ച് നമ്മളുടെ ഇതില്ലേ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മളെടുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞക്കളർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ മെയിനായിട്ട് വീട്ടിൽ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതും ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനിവിടെ ഉണ്ടായത് കൊണ്ട് ഇട്ടതാണ്. പിന്നെ ബാക്കി ഉണ്ടായ ചോറിട്ട് കൊടുത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൊട്ട് ഇങ്ങനെ ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയും വേപ്പിലയും കൂടി പൊരിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൈനാപ്പിൾ ഇങ്ങനെ പൊടിയാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ടതെന്ന് വെച്ചിട്ട് നമ്മളെ ചോറിന് മതിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇനി ഇതിൻ്റെ മേലെ ഞാനൊരു ഇത്തിരി മഞ്ഞക്കളറും ഒരു ചുവപ്പ് കളറും ഇങ്ങനെ ഒരേ ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു വെയിറ്റ് എടുത്ത് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അങ്ങനെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ ചോറൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ നമ്മളുടെ ചോറിന്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ചോറ് മാറ്റണം കേട്ടോ. ആദ്യം തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചോറിനെ നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മളുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണവും നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഈ ചിക്കൻ ബിരിയാണിക്ക്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.